മാഡം നമ്മളിപ്പം സംസാരിച്ചുകൊണ്ടിരുന്നതെല്ലാം നമ്മുടെ വീടുകളെ പറ്റിയല്ലേ? അതെ. പക്ഷേ ഇന്ന് നമുക്കറിയാം നമ്മുടെ നാട്ടിലെല്ലാം ഒരു ഫ്ലാറ്റ് സംസ്കാരമായിട്ടുണ്ട്. ഈ ഫ്ലാറ്റുകൾ എങ്ങനെ ഇന്റീരിയർ നമുക്ക് ചെയ്യാൻ പറ്റും? അത് എത്രമാത്രം ഭംഗിയാക്കാൻ പറ്റും ഫ്ലാറ്റുകളെ? അതല്ലെങ്കിൽ ഫ്ലാറ്റിനെ നമുക്ക് ഏത് രീതിയിൽ നമുക്ക് അറിയാം, ഫ്ലാറ്റുകളെന്ന് പറയുന്നത് ചെറുതും വലുതുമായത് കാണും അല്ലേ? ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ട് വരുന്നുണ്ടാവും, അല്ലാതെയൊക്കെ നമുക്കുണ്ടാവും. അപ്പോൾ ഇത്തരത്തിലുള്ള ഫ്ലാറ്റുകളെ നമുക്ക് എങ്ങനെ നമുക്ക് മനോഹരമാക്കാൻ പറ്റും? ഫ്ലാറ്റുകളെ മനോഹരമാക്കുക എന്ന് പറയുന്നതും ചലഞ്ചാണോ എന്ന് ചോദിച്ചാൽ അന്ന് ഞാൻ പറയില്ല, ഈസി ആണോ എന്ന് ചോദിച്ചാൽ ഈസി അല്ല. അതൊക്കെ നമ്മളുടെ ഒരു ഇഷ്ടമാണ്. നമുക്കതിനകത്ത് ഏത് സ്പേസിനെയും സ്പേസ് പ്ലാനിങ് അവിടെയും വരുന്നുണ്ട്. അല്ല, ഇവിടെ ഒരു ചലഞ്ചിങ് എന്ന് പറയുന്നത് മുൻപുണ്ടായിരുന്ന വീട് നമ്മൾ ചെയ്യുമ്പം നമുക്കത് പ്ലാൻ ചെയ്യാമായിരുന്നു. ഇവിടെ അങ്ങനത്തെ ഒരു പ്ലാനിങ് ഉണ്ടാവില്ലല്ലോ. പറ്റില്ല. അപ്പോൾ ഈ സ്പേസ് പ്ലാനിങ് അവിടെ വളരെ ആപ്റ്റാണ്. കാരണം സ്പേസ് പ്ലാനിങ് കൂടാതെ ഫ്ലാറ്റിൻ്റെ ഇൻറ്റീരിയർ ചെയ്യാനേ പറ്റില്ല. ഇപ്പം ഞാൻ 2 ദിവസം മുമ്പ് ട്രിനിറ്റി അപ്പാർട്ട്മെൻറ്റിൽ ഒന്ന് പോയി. അവർക്ക് കൊളോണിയലാണ് അവരുടെ തീം. ഈ കൊളോണിയൽ തീം വെച്ചിട്ട് ഫർണിച്ചറിൻ്റെ ഒരു ലേഔട്ട് പോലെ അവിടെ സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ചെറിയ മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തി ഒന്ന് ഒരു കിച്ചണേ അവിടെ ഉള്ളൂ, ചെറിയൊരു വർക്ക് ഏരിയ ആണ്, അവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, യൂട്ടിലിറ്റി സ്പേസ് കുറവാണ്. അപ്പോൾ ഒരു സ്ലൈഡിങ് ഡോർ ഞങ്ങളവിടെ പ്രൊവൈഡ് ചെയ്തു. മാക്സിമം ഏതൊക്കെ കോർണറിൽ നിന്ന് സ്പേസ് എടുക്കാമോ എന്ന് ഞാൻ പറയുള്ളൂ, കണ്ടെത്തി എടുത്ത് അതിനെ മാക്സിമം യൂട്ടിലിറ്റി സ്പേസ് ആക്കി മാറ്റി ഏതൊക്കെ കോർണറിലാണ് എന്തൊക്കെ ചെയ്യാം അങ്ങനെ എല്ലാം ഫങ്ഷനിങ് ആക്കിയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊരു ഇൻട്രസ്റ്റാണ്, എന്നെ സംബന്ധിച്ച് എനിക്കൊരു ഇൻട്രസ്റ്റാണ്. അപ്പോൾ ഓക്കെ, അതിൽ പ്രാക്ടിക്കലായിട്ട് നോക്കുമ്പോൾ അവർക്ക് പറ്റത്തില്ലാത്തൊരു കാര്യത്തെ നമ്മളവിടെ സാധ്യമാക്കി കൊടുക്കുമ്പോൾ അത് അവർക്ക് യൂട്ടിലിറ്റി ഫങ്ഷനിങ്ങിനും അവരുടെ എല്ലാ സ്പേസും നമ്മൾ മാക്സിമം എടുത്തു. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഒരു സിംഗിൾ സ്ക്വയർ ഫുട്ട് പോലും കളയാതെ നമ്മളവിടെ പ്ലാൻ ചെയ്യുന്നു. പിന്നെ ബാൽക്കണിയിലേക്ക് വരുമ്പോഴാണ് നമുക്ക് ഈ ഗ്രീനറി ലാൻഡ്സ്കേപ്പിങ്ങിൻ്റെ ഇവിടെയൊക്കെ ചെയ്യുക. ഇപ്പോൾ കോമൺലി എല്ലാവരും അത് ചെയ്യുന്നുണ്ട്. പിന്നെ അവർക്കൊരു സ്വിങ് വേണം, സ്വിങ് ഇവിടെ കൊടുക്കും, അതൊരു ചലഞ്ചായിരുന്നു. പിന്നെ അവിടെയും ഞാൻ സ്പേസ് കണ്ടെത്തി ബാൽക്കണിയിൽ തന്നെ ഒരു സ്വിങ് ഒക്കെ പ്രൊവൈഡ് ചെയ്തു. പിന്നെ അത് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഈസി ആയിട്ട് നമുക്ക് നല്ല രീതിയിൽ ഫ്ലാറ്റിൻ്റെ ഇൻറ്റീരിയറും അകത്ത് കയറി കഴിയുമ്പോൾ ഒരു വീടിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ ഫീൽ കൊണ്ടുവരാൻ പറ്റും.